ഈ പ്രണയത്തിലൊക്കെ രാത്രിയാകുമ്പോഴാണ് പാർട്ട്നേഴ്സ് തമ്മിൽ സംസാരിക്കുന്ന സമയം അല്ലേ? അതിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഇപ്പോൾ ഡെയിലി കാണുന്നവരാണെങ്കിൽ രാത്രി കുറച്ച് നേരം സംസാരിക്കാൻ ചൂസ് ചെയ്യും. അതിലിപ്പോൾ ഒരാൾക്കൊന്നും ഉറങ്ങണമെന്നുണ്ടെങ്കിലും മറ്റുള്ള പറയും കുറച്ചിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ ഇങ്ങനെ നീണ്ടുപോകും. ചിലപ്പോൾ അതൊരു ഡെയിലി പതിവായിരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ ഉറക്കം ഇങ്ങനെ കുറേ നാൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ബാക്കി എന്തൊക്കെയാണ് ശരീരത്തിൽ കോംപ്രമൈസ്ഡ് ആവണേന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ ഈ റിലേഷൻഷിപ്പിന് ഇൻസ്റ്റൻസ് പറഞ്ഞാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചിലർക്ക് വർക്കായിരിക്കാം വർക്കും കോംപ്രമൈസ് ചെയ്യാനുള്ള കാരണം. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി സ്ഥിരമായിട്ട് പുറത്തു പോകുന്നവരുണ്ടാവും. ഇപ്പോൾ നൈറ്റ് ലൈഫൊക്കെ ഭയങ്കര പെൻഡിങ് ആണല്ലേ? അതേപോലെ തന്നെ രാത്രി മാത്രം ആക്റ്റീവ് ആവുന്ന തട്ടുകടയിലെ കഫേസ് അത് വൺസിനുകളിൽ നടക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതിങ്ങനെ ഡെയിലി ഒരു ഹാബിറ്റായിട്ട് പോകുമ്പോഴേക്കും ശരീരത്തിൽ നമ്മുടെ മെറ്റബോളിസം ഇമ്പയർഡ് ആവും. പ്രത്യേകിച്ച് ഈ 10 മണി മുതൽ 2 മണി വരെയുള്ള ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചെയ്യുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ടല്ലോ, അതിനൊക്കെ ഇപ്പോൾ ഒരു മുറിവ് പറ്റിയ ശരീരം തന്നെ മുറിവുണക്കും അല്ലേ? അതുപോലെ തന്നെ ശരീരത്തിന് തന്നെ അത് റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത്തരം പ്രവൃത്തികളൊക്കെ ഇങ്ങനെ ഉറക്കം കോംപ്രമൈസ്ഡ് നമ്മൾ ഉറങ്ങുന്നതാണ് ബോഡി അതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഉറക്കം കോംപ്രമൈസ് ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഡിലേ ആയിട്ട് അല്ലെങ്കിൽ അതൊക്കെ നടക്കാതെ വന്നിട്ടാണ് നമ്മൾ കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് പോകുന്നത്. പിന്നെ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ അത് ബാധിക്കും. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ റെഗുലേഷനെ ബാധിക്കും. ഈ മെറ്റബോളിസത്തെ ബാധിക്കുമ്പോഴേക്കും നമ്മുടെ ഫാറ്റ് ബേണിങ് കപ്പാസിറ്റിയും കുറയും. ഇപ്പോൾ നമ്മൾ ചിലരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ നല്ല ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാവും, നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്നിട്ടും വെയിറ്റ് കുറയുന്നുണ്ടാവില്ല. അത് അവർ ചിലപ്പോൾ അവരുടെ ഉറക്കം കറക്റ്റ് ആവാത്തതുകൊണ്ടേ. പിന്നെ ഒന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ, അതുപോലെ നമ്മുടെ മെമ്മറി, നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, അതിനൊക്കെ ഗ്രാജുവലി ഈ ഉറക്കക്കുറവ് നല്ല രീതിക്ക് ബാധിക്കും. പിന്നെ എല്ലാവർക്കും അറിയാം ഉറക്കം കോംപ്രമൈസ്ഡ് ആയ BP കൂടുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഉണ്ട്, തൈറോയിഡ്, PCOS, ഡയബറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉറക്കം കോംപ്രമൈസ് ആയാൽ നിങ്ങളുടെ കണ്ടീഷന് കൂട്ടും, ഗട്ട് ഇഷ്യൂസിനെയും കൂട്ടും. പിന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ്, അതായത് ആൻസൈറ്റി, ഡിപ്രഷൻ, ADHD ഒക്കെ ഉള്ളവർ ഉറക്കം കോംപ്രമൈസ് ആയാൽ നിങ്ങളുടെ കണ്ടീഷൻ കുറച്ചുകൂടി വേഴ്സ്. അപ്പോൾ ഉറക്കം കോംപ്രമൈസ്ഡ് ആണ് ഇത്രയും സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1-2 ദിവസമൊക്കെ ഓക്കെ, പക്ഷേ ലോങ് ടൈമിൽ ഒരു ഹാബിറ്റ് പോലെ കൊണ്ടുപോകാതെ മാക്സിമം ഒരു 10 മണിക്കൊക്കെ ഉറങ്ങുന്ന രീതിയിൽ ഇനിയെങ്കിലും ലൈഫ് ഒന്നും മാറ്റേണ്ടതുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ ഇനി കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാനൊക്കെ പറയുമ്പോൾ അവരോട് പറയാം, നമുക്ക് ഒരുപാട് നാൾ ഒരുമിച്ച് ഹെൽത്തിയോടെ ജീവിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ് ഈ ഒരു നൈറ്റ് കോളും കാര്യങ്ങളൊക്കെ ഒന്ന് മറ്റൊരു സമയത്തേക്ക് സ്കെഡ്യൂൾ ചെയ്യാം.